എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മെറ്റനില് അവനാണെങ്കിൽ ഇവാബയ്ക്ക് വേണ്ടിയും ഡെങ്കിക്ക് വേണ്ടിയും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. മെറ്റനില്, നീ ഒരുപാട് നേരമായി ഇവിടെ നിൽക്കുന്നു. ഇതുവരെ നീ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയാ നിന്റെ എനർജിയും പവറും അതൊക്കെ ഡ്രെയിനായിട്ട് തീരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ആ വില്ലന്മാര് അവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാം. സോ നമ്മൾ എന്തിനും തയ്യാറായിട്ടിരിക്കണം എന്ന് പറയും. അതിന് മെറ്റല്ലി ആണെങ്കിൽ അവന്റെ മസിലൊക്കെ കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനിപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്, ആര് വന്നാലും ഞാൻ ഇടിച്ച് തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ക്കും ഇവാബയ്ക്കും വേണ്ടി ദൂരത്തേക്ക് കണ്ണു നട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ ദൂരത്തു നിന്നായിട്ട് രണ്ടുപേർ ഓടി വരുന്നതായി അവർ ശ്രദ്ധിക്കും. അവരങ്ങനെ അടുത്തേക്ക് വരെ നമ്മുടെ ആൾക്കാർ തിരിച്ചറിയും. ഡെങ്കിയുടെയും ഇവാബയുടെയും കൂടെ പോയ ആ രണ്ട് കുട്ടികളാണ് അവിടേക്ക് എത്തിയത്. കുട്ടികളാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ഞങ്ങൾ ആ കാട്ടിലേക്ക് പോയതാണ്. ഫ്രൂട്ട്സ് പറിക്കുന്നതിന്റെ ഇടയിൽ ആ വില്ലന്മാര് അവർ ഞങ്ങളെ റൗണ്ട് ചെയ്തു. ബിഗ് ബ്രോസ് ഞങ്ങൾ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ അവർ രണ്ടുപേരും അവരുടെ കൈകളിൽ പെട്ടുപോയെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷൻ കൂടുകയാണ്. അതിന് ആ പ്രിസൺ ലേഡി പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. ഒരു വിധത്തിൽ അവരെ തകർത്തിട്ടാണെങ്കിലും തീർച്ചയായിട്ടും അവർ രണ്ടുപേരെയും തിരികെ പിടിക്കും. ബൊറൂട്ടോ പറയും, കാഗുറയ്ക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം. അതിന് സാറഡ പറയും, ആദ്യം നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാഗുറയുടെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് മീച്ചിക അവനാണെങ്കിൽ അവന്റെ സ്നേക്കുകളൊക്കെ ഉപയോഗിച്ച് ആ വില്ലന്മാർ അവര് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ആ വില്ലന്മാര് അവര് ഗ്രാമത്തിലേക്ക് പതിയെ കടന്നു കയറുകയാണ്. ആ കാര്യങ്ങളെല്ലാം മീച്ചിക പറയും. റൂട്ടോ ആണെങ്കിൽ വീണ്ടും ആ ജനങ്ങളെ എല്ലാവരെയും ഹിഡൻ പ്ലേസിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളൊരു അല്പസമയം കൂടെ ഞങ്ങളോട് സഹകരിക്കണം. അതിനവർ പറയും, നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നിങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ എന്തിനും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. കാഗുറയെ ഇല്ലാതാക്കിയവരെ ഒരു കാരണവശാലും വെറുതെ വിടാനായിട്ട് പാടില്ല. അതിന് ബൊറൂട്ടോയും അങ്ങനെ അവരുടെ കൈ തൊട്ട് പ്രോമിസ് ചെയ്ത് അവിടുന്ന് കടന്നു വരികയാണ്. മറ്റൊരു ഭാഗത്ത് സാറഡ അവളാണെങ്കിൽ ദൂരേക്ക് നോക്കും. ആ വില്ലന്മാര് അവരങ്ങനെ എൻട്രൻസ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ യുദ്ധത്തിന് തയ്യാറെടുക്കും. ഉടനെ ആ പ്രിസൺ ലേഡി അവിടേക്ക് കടന്നു വരികയാണ്. മറ്റൊരു ഭാഗത്ത് മെറ്റല്ലി അവനും ഭയങ്കരമായിട്ട് ആവേശമൊക്കെ കയറി, തീർച്ചയായിട്ടും അവരെ എൻ്റെ കയ്യിൽ കിട്ടിയ ഈഞ്ച പരുവാക്കും, കുറെ കൊന്നതിന് ഞാനും അവരോട് പ്രതികാരം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൻ ടെററായിട്ട് നിൽക്കും. ഉടനെ ഇബിച്ചിക്കാണെങ്കിൽ അവിടേക്ക് വന്ന് മെറ്റല്ലിയെ ഉപദേശിക്കും, നീ ആവശ്യമില്ലാതെ ഓവർ എക്സൈറ്റഡ് ആവാനും നെർവസ് ആവാനും പാടില്ല, നമ്മുടെ ഇമോഷൻസിനെ ഒരല്പം കൺട്രോൾ ചെയ്യണമെന്ന് പറയും. അതിന് മെയ്റ്റ്സികയെ ഓക്കെ പറഞ്ഞ് രണ്ടുപേരും ജോഡിയായി അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. മെറ്റല്ലി ആണെങ്കിൽ അവളോട് പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും അന്വേഷിച്ചുമാണ് എൻ്റെ ഫ്രണ്ട്സിനെയും ടീമിനെയും കണ്ടെത്തിയത്. എനിക്ക് അവര് വളരെ പ്രിയപ്പെട്ടവരാണ്. എന്ത് വില കൊടുത്തും ഡെങ്കിയെയും ഇവാബയെയും ഞാൻ തിരികെ പിടിക്കും. അതിനവൾ പറയും, ആദ്യം നീ ഒരല്പം സെൽഫിഷ് ആവണം. ഞാൻ ഇന്നുവരെ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. നീ ആദ്യം നിന്നെക്കുറിച്ച് ചിന്തിക്കുക, അതിനുശേഷം നീ ഫൈറ്റ് ചെയ്യാൻ കളത്തിലിറങ്ങുക. തീർച്ചയായിട്ടും നിനക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൾ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ ഒരാ എൻട്രൻസിന് മുൻപിൽ യുദ്ധത്തിന് റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ ആ വില്ലന്മാരാണെങ്കിൽ അവിടേക്ക് അടുക്കുന്നില്ല. സാറട പറയും, ഒരുപക്ഷെ അവര് നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലാനായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. പുറത്തേക്ക് പോയി ആഹാരം തേടാതിരിക്കാനും നമ്മൾ ഇവിടെ വിട്ട് പോവാതിരിക്കാനുമായിരിക്കും അവർ നമ്മളെ റൗണ്ട് ചെയ്തിരിക്കുക. ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, ലീഡർ വില്ലൻ അവൻ ഉറപ്പായാലും എന്നോട് റിവഞ്ച് ചെയ്യാൻ വരാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് അല്പസമയം കൂടെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സമയം പോകുന്തോറും അവരാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവാതെ കാട്ടിൽ തന്നെ മറഞ്ഞിരിക്കും. ആ ലീഡർ വില്ലനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻസിനോട് പറയും, തീർച്ചയായിട്ടും നാളെ രാവിലെ നമ്മുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മുടെ ബോസിന്റെ നിർദ്ദേശം അത് ലംഘിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതിന് കാരണം ഒന്ന് മാത്രമാണ്, ആ ലീഫ് വില്ലേജിലെ ഷിനോബികളെ അവരെ എനിക്ക് കൊല്ലണം. ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ വില്ലന്മാരുടെ ടീം അവരാണെങ്കിൽ ഇപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് വില്ലേജിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടെൻഷനായി ഇപ്പോൾ ഓരോ വിഭാഗമായി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ഇബിച്ചിക്കയാണെങ്കിൽ അവളുടെ നീഡിൽ പവർ ഉപയോഗിച്ച് ഒരുപാട് പേർ ലോക്ക് ചെയ്യും. അതോടൊപ്പം നിന്ന് തന്നെ മെറ്റല്ലിയും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ബുംടാൻ അവളാണെങ്കിൽ സ്ക്വാഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പം മെറ്റല്ലിയെ ലോക്ക് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ആ പ്രിസൺ മാനെയും വില്ലന്മാർ ചേർന്ന് അങ്ങനെ റൗണ്ട് ചെയ്യും.
ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആ ഗ്യാപ്പിൽ വില്ലന്മാര് പോയും ഈസി ആയിട്ട് ലോക്ക് ചെയ്യും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടെൻഷനായി പരസ്പരം നോക്കുകയാണ്. ഇതിലൂടെ എന്താ സംഭവിക്കണേന്ന് അവർക്ക് മനസ്സിലാവില്ല. ആ വില്ലനാണെങ്കിൽ ബൊറൂട്ടോയെ നിർത്താതെ അറ്റാക്ക് ചെയ്യും. അവന്റെ തന്നെ ആൾക്കാരുടെ ബോഡിയിലുള്ള വാട്ടർ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് കൊവാക്കിക്കാണെങ്കിൽ കൺട്രോൾ പോവും. അവനങ്ങനെ ചാടി വന്ന് ബൊറൂട്ടോയെ സേവ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയോട് പറയും, നീ എന്തായി ചെയ്തേ? ഞാൻ കാരണം നിനക്ക് പരിക്ക് പറ്റിയല്ലേ ചോദിക്കും. അതിന് അവനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ കൊവാക്കിയുടെ കൈക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞു. ബൊറൂട്ടോ ആ വില്ലന്മാരെ തന്നെ നോക്കും. അവരുടെ തന്നെ അസിസ്റ്റൻസിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണെന്ന് പറയും. അതേസമയം ആ ലീഡർ വില്ലൻ അവനവിടേക്ക് ചാടി വീണ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാട്ടർ ക്യാൻ അത് നശിപ്പിച്ച് വാട്ടർ പവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. അവൻ സ്ലോ മോഷനിൽ നടന്ന് ടെററായിട്ട് ബൊറൂട്ടോയുടെ മുൻപിലേക്ക് വരും. നിന്റെ 2 ഫ്രണ്ട്സിനെയും ഞങ്ങൾ കൊന്നു കളഞ്ഞു. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവരെ കൊന്നതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും കൊല്ലുമെന്ന് പറഞ്ഞ് അവനങ്ങനെ നമ്മുടെ ആൾക്കാരെ തുറച്ചു നോക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവരങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. കൺട്രോൾ പോയ ബൊറൂട്ടോ ലൈറ്റ്നിങ് സ്റ്റൈല് ആ പവർ ഇപ്പോൾ വാട്ടർ സ്റ്റൈലിൽ നേരെ ഉപയോഗിച്ച് അവനെ മൊത്തത്തിൽ തകർക്കുകയാണ്. ആക്ച്വലി ബൊറൂട്ടോയോട് ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തത് സാക്ഷാൽ മീറ്റ്സുകയാണ്. വാട്ടർ പവറിൽ ലൈറ്റ്നിങ് പവർ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയും. മുൻപ് സുഗഡ്സുവും ഇതേ പവർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ബൊറൂട്ടോയ്ക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു ഭാഗത്ത് കവാക്കി ആണെങ്കിൽ അവന്റെ കർമ്മ പവർ അതുപയോഗിച്ച് ഒരുപാട് വില്ലന്മാരെ വെട്ടിയെറിയും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കർമ്മ പവറും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. സത്യം പറയും, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഡെങ്കിയും ഇവാബയും അവരെ തിരികെ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരാൾ പോലും ഇവനോട് കൂടെ ഇവിടുന്ന് തിരികെ പോവില്ല എന്ന് ബൊറൂട്ടോ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവിടേക്ക് നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടും. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവരുടെ പവർ അത് വാട്ടർ പവറാണ്. അവർ വീണ്ടും പവറൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ആ വില്ലന്മാരുടെ ലീഡർ ആണെങ്കിൽ ഒരു വാട്ടർ ടൊർണാഡോ അത് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അത് അവൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പോലുള്ള ഒരു ടൊർണാഡോ അല്ല, അതിൽ നിന്നെല്ലാം വെച്ച് മാസീവ് പവറുള്ള ഒരു ടൊർണാഡോ. ആ ഒരു പവർ വെച്ച് അവന്റെ ആൾക്കാരെയും നമ്മുടെ ആൾക്കാരെയും എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ പെടാതെ ഓരോ ഭാഗത്തേക്ക് മാറും. ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയോട് പറയും, ഒരല്പസമയം അവനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും. ഒരു റസംഗൻ പവർ അത് എനിക്ക് അവന്റെ ബോഡിയിൽ ആഞ്ഞടിപ്പിച്ച് അവനെ ഇല്ലാതാക്കാൻ പറ്റും. ബൊറൂട്ടോ അത് പറയുന്ന അതേ സമയം അവിടേക്ക് ഇബിച്ചിഗയും മെറ്റലിയും കടന്നു വരും. ഇബിച്ചിഗയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, അല്പസമയം അവനെ ഡൈവേർട്ട് ചെയ്യണോ അല്ലേ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ വില്ലനാണെങ്കിൽ വാട്ടർ ടൊർണാഡോ അത് സാറടയ്ക്ക് നേരെ അയക്കും. അവളാണെങ്കിൽ അവളുടെ ഫയർ പവറൊക്കെ ഉപയോഗിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ വില്ലന്റെ ടൊർണാഡോ അതാണെങ്കിൽ എബിച്ചിക്കു അവളുടെ നീഡിൽ പവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാണ്. അവളുടെ ചക്ര പവർ അങ്ങനെ വളരെ വേഗത്തിൽ ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മൂക്കിലൂടെ ചോരയൊക്കെ തുളുമ്പി അവൾ ടെററായിട്ട് നിൽക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ആ മെയിൻ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടും. അതേസമയം ഇബിച്ചിക്കോട് അടുത്തേക്ക് വരുന്ന വില്ലന്മാരെ മെറ്റല്ലി തല്ലി ഓടിക്കും. ആ വില്ലനാണെങ്കിൽ ടൊർണാഡോയിൽ ഒരു ടെൻഡിക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് ഇബിച്ചിക്ക് അടിച്ച് തെറിപ്പിക്കും. ആ ഗ്യാപ്പിൽ ബൊറൂട്ടോ അവൻ റസംഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ടൊർണാഡോയിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ടൊർണാഡോ പൂർണ്ണമായിട്ടും തകരുകയാണ്. പക്ഷെ ആ വില്ലൻ അവൻ ചാടി എഴുന്നേറ്റ് ബൊറൂട്ടോയെ മടക്കി ലോക്ക് ചെയ്ത് അവന്റെ കഴുത്തിൽ കത്തിവെക്കും. കാകുറെ നഷ്ടപ്പെട്ടതുപോലെ ഇവനെയും ഞാൻ കൊല്ലും. അടുത്ത നിമിഷം ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കാലിൽ ആഞ്ഞു തട്ടി അവനെ മടക്കി ലോക്ക് ചെയ്ത് അവന്റെ ബോഡിയിൽ കത്തി കുത്തി ഇറക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ എബിച്ചിക്കോട് അടുത്തേക്ക് വരും. അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി കഴിഞ്ഞു. അവൾ പതിയെ കണ്ണു തുറന്ന് മെറ്റലിനെ നോക്കും. മെറ്റൽ, നീ ഒരാൾ കാരണമാണ് ഞാൻ എങ്ങനെയായി തീർന്നത്. ഇത്രയും കാലവും ഞാൻ സെൽഫിഷായി ജീവിച്ചു. എൻ്റെ മനസ്സ് മാറ്റി നീ എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയും. അത് കേട്ട് മെറ്റലാണെങ്കിൽ പൊട്ടിക്കരയും. അവിടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവൾ അങ്ങനെ മരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇബിച്ചിക്കോ അവളെയും ഇപ്പൊ മരത്തിന്റെ ചുവട്ടിൽ തന്നെ അടക്കം ചെയ്യുകയാണ്. ാണെങ്കിൽ ജനങ്ങൾ ആ തകർന്നു പോയ കെട്ടിടങ്ങൾ അത് പഴയതുപോലെ ആക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആ 2 പേരുടെയും കല്ലറയിലേക്ക് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.